BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആശൂറ സീസൺ വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ക്യാപിറ്റൽ ഗവർണറേറ്റ് വിലയിരുത്തി. ക്യാപിറ്റൽ ഗവർണറേറ്റ് ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സുരക്ഷാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. വിവിധ ആശൂറ കമ്മിറ്റികൾ, ജഫ്രി ഔഖാഫ് പ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. ആശൂറ പരിപാടികൾക്ക് ഭരണാധികാരികൾ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും സഹകരണത്തിനും ക്യാപിറ്റൽ ഗവർണറേറ്റ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. 19ാമത് ഏഷ്യൻ സഹകരണ ഫോറത്തിന്റെ അജണ്ട സെറ്റിംഗ് യോഗത്തിൽ ബഹ്റൈൻ പങ്കാളിയായി. ഒമാനിലെ ബഹ്റൈൻ അംബാസഡർ ഡോക്ടർ ജുമാൽ കവിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ഇതിൽ പങ്കെടുത്തത്. തെഹ്റാനിലാണ് 19ാമത് ഏഷ്യൻ സംവാദ ഫോറം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏഷ്യൻ സഹകരണ സംവാദ ഫോറത്തിന് സംഘം വിജയാശംസകൾ നേരുകയും മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ ഇതുവഴി കഴിയട്ടെയെന്ന് ആശംസിച്ചു. ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വിവിധ മേഖലകളിൽ മുന്നേറ്റം സാധ്യമാക്കാനുള്ള ചർച്ചകളും നടക്കും. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ വിഷയങ്ങളും ഇതിൽ ചർച്ചയാവും. പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് അംബാസഡർ വിനോദ് കെ ജേക്കബ്. പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ 2ാം വാർഷിക ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനായി PLC പോലുള്ള സംഘടനകളുടെ സഹകരണം തുടർന്നുമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങൾക്കുള്ള സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്താനായി ഇന്ത്യയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രവാസി ഗ്ലോബൽ സെൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം പറഞ്ഞു. PLC ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷൻ സുധീർ തിരുനെല്ലത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഈദ് ബുക്കമാസ്, ബഹ്റൈനിലെ നേപ്പാൾ അംബാസഡർ തീർത്ഥരാജ് വാഗലെ, ബംഗ്ലാദേശ് എംബസിയിലെ ആക്ടിംഗ് അംബാസഡറും ചാർജ് അഫയേഴ്സുമായ ഗൈസ്, ഔട്ട്റീച്ച് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഡയറക്ടർ ഫഹദ് അൽ ബിനാലി, തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നുള്ള ഹുസൈൻ അൽ ഹുസൈനി, മുതിർന്ന പത്രപ്രവർത്തകൻ സോമൻ ബേബി, ഡോക്ടർ ചെറിയാൻ, PLC ഗ്ലോബൽ സെക്രട്ടറി ജനറൽ റിജി ജോയ്, മറ്റ് കമ്മ്യൂണിറ്റി മേധാവികൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ എംബസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. തീനാളങ്ങൾ വിഴുങ്ങിയ മനാമാസൂക്കിലെ കച്ചവടക്കാരെയും തൊഴിലാളികളെയും ദുരിതബാധിതരെയും ആശ്വസിപ്പിക്കാൻ മഞ്ചേശ്വരം MLA MK അഷ്റഫ് മനാമാസൂക്കിൽ സന്ദർശനം നടത്തി. KMCC ബഹ്റൈൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികളായ KP മുസ്തഫ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ഷാഫി പാറക്കട്ട, AP ഫൈസൽ, OK കാസിം, സലീം തളങ്ങര, ഷരീഫ് ഇല്യാപ്പള്ളി എന്നിവരും വിവിധ ജില്ലാ നേതാക്കളും കത്തിനശിച്ച കടകളും ദുരിതബാധിതരെയും നേരിൽ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. സർക്കാർ തലത്തിലുള്ള ഇടപെടൽ സാധ്യതകൾ അന്വേഷിച്ച് വേണ്ടത് ചെയ്യാമെന്ന് MLA ഉറപ്പു നൽകി. ഭക്ഷണത്തിനും മറ്റും അടിയന്തര കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്നവരെ KMCC സഹായിക്കുമെന്നും പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പറഞ്ഞു. ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവക പെരുന്നാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ ജോൺ ജോൺസണിന്റെയും ഫാദർ എൽദോസ് ജോയിയുടെയും പ്രധാന കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. ഇടവക വൈസ് പ്രസിഡന്റ് മനോജ് കോര, സെക്രട്ടറി ആൻസൺസ് P ഐസക്, ട്രഷറർ സുജേഷ് ജോർജ്, ജോയിന്റ് സെക്രട്ടറി എൽദോ VK ജോൺ, ട്രഷറർ ജെൻസൺ ജേക്കബ്, മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളായ ബിനുമോൻ ജേക്കബ്, APB ജേക്കബ്, എൽദോ ഇല്യാസ് പാലയിൽ, പോൾ AT, ഡോനു ഡാനിയൽ, സോം റെൻസി തോമസ്, സന്തോഷ് ആൻഡ്രൂസ് ഐസക് എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 25, 26, 27 തീയതികളിൽ വൈകിട്ട് 7:30 മുതൽ ഫാദർ അതുൽ ചെറിയാൻ കുമ്പളാമ്പുഴയിൽ നയിക്കുന്ന കൺവെൻഷനും പ്രധാന പെരുന്നാൾ ദിനമായ 28 വൈകുന്നേരം 5:30 പെരുന്നാൾ കുർബാനയും നടക്കും. തുടർന്ന് പ്രദക്ഷിണം, ചെണ്ടമേളം, ആശീർവാദം, നേർച്ച വിളമ്പ് എന്നിവയ്ക്ക് ശേഷം കൊടിയിറക്കത്തോടുകൂടി ഇടവക പെരുന്നാളിന് സമാപനം കുറിക്കുമെന്ന് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നടിയാക്രമണ കേസിൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചതിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ചീഫ് ജസ്റ്റിസിന് സാംസ്കാരിക പ്രവർത്തകരുടെ നിവേദനം. സംഭവത്തെക്കുറിച്ച് കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ ഇത്തരമൊരു അന്വേഷണം അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടി K അജിത, സാറ ജോസഫ്, KR മീര, KK രമ MLA തുടങ്ങിയ 100ഓളം പേരാണ് നിവേദനത്തിൽ ഒപ്പുവെച്ചത്. കോടതിയിലിരിക്കെ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി, വിചാരണ കോടതി, ജില്ലാ സെഷൻസ് കോടതി എന്നിവിടങ്ങളിൽ വെച്ചാണ് പരിശോധന നടന്നത്. ഈ സാഹചര്യത്തിൽ അന്വേഷണം അനിവാര്യമാണെന്നും നിവേദനത്തിൽ പറയുന്നു. നീതിന്യായ സംവിധാനത്തിന് അവമതിപ്പുണ്ടാക്കിയവരെ ഉടൻ സർവീസിൽ നിന്ന് പുറത്താക്കുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരം രേഖകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു.
ട്രെയിൻ യാത്രയ്ക്കിടെ ജർമ്മൻ സ്വദേശിനിയെ കടന്നു പിടിച്ച പാൻട്രി ജീവനക്കാരൻ പിടിയിൽ. മധ്യപ്രദേശ് സ്വദേശിയായ ഇന്ദ്രപാൽ സിംഗിനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് SHO റെജി പി ജോസഫിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 കന്യാകുമാരി പൂനെ എക്സ്പ്രസിലായിരുന്നു സംഭവം. ട്രെയിനിലെ AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന 25-കാരിയെ തിരുവല്ല സ്റ്റേഷനിലെത്തിയപ്പോൾ ഇന്ദ്രപാൽ സിംഗ് കടന്നു പിടിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ ട്രെയിനിലെ മറ്റ് യാത്രക്കാർ ചേർന്ന് പ്രതിയെ തടഞ്ഞുവെച്ചു. തുടർന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ SHOയുടെ നേതൃത്വത്തിൽ ഗ്രേഡ് SI സന്തോഷ്, സീനിയർ CPO മധു എന്നിവർ ചേർന്ന് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വിമാനത്തിന് ബോംബ് ഭീഷണി മുഴക്കിയ ആൾ അതേ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ പിടിയിലായി. മലപ്പുറം സ്വദേശി സുഹൈബിനെയാണ് സുരക്ഷാ വിഭാഗം പിടികൂടിയത്. ഒരാഴ്ച മുൻപ് സുഹൈബും ഭാര്യയും കുട്ടിയും ലണ്ടനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിയിരുന്നു. യാത്രക്കിടെ വിമാനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയുണ്ടായെന്ന് ഇയാൾ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ അധികൃതരെ ബന്ധപ്പെടുകയും ശാരീരിക അസ്വസ്ഥതയുള്ളതിനാൽ മടക്കയാത്ര ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിക്കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് എയർ ഇന്ത്യ കൂടുതൽ തുക ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായാണ് ബോംബ് ഭീഷണി ഉയർത്തിയത്. മുംബൈയിലെ എയർ ഇന്ത്യ ഓഫീസിലേക്ക് സ്വന്തം ഫോണിൽ വിളിച്ചാണ് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി മുഴക്കിയത്. തുടർന്ന് ഇയാൾ ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ലണ്ടനിലേക്ക് യാത്ര ചെയ്യാനെത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. ലണ്ടനിൽ നിന്നെത്തിയ വിമാനം തിരിച്ചു പോകുന്നതിന് മുൻപ് യാത്രക്കാരെയും ലഗേജുകളും കർശനമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ വീട്ടമ്മ മരിച്ചു. മൂന്നാർ MG കോളനിയിൽ കുമാറിന്റെ ഭാര്യ മാലയാണ് മരിച്ചത്. മകനെ സ്കൂളിൽ നിന്ന് വിളിച്ച് വീട്ടിലെത്തിയപ്പോൾ 30 അടിയിലേറെ ഉയരത്തിൽ നിന്ന് വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. മകൻ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് മൂന്നാർ ഫയർഫോഴ്സ്, പോലീസ് എന്നിവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ജീവനോടെ മാലയെ കണ്ടെത്തി. ടാറ്റാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഇവിടെ 3 വീടുകൾ കൂടി അപകടാവസ്ഥയിലായതിനാൽ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അതേസമയം മൂന്നാറിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മാങ്കുളം പഞ്ചായത്തിലും മഴ ശക്തമാണ്. വിരിപ്പാറയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി. വൈൽഡ് എലിഫന്റ് റിസോർട്ടിനോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. റിസോർട്ടിനും കേടുപാട് സംഭവിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ, തൃശൂർ കുന്നംകുളം, കോഴിക്കോട് റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുടമകൾ ബുധനാഴ്ച മുതൽ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റി. തൃശൂർ കളക്ടറുമായി ബസ്സുടമകൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. റോഡ് തകർച്ച ഒരാഴ്ചയ്ക്കകം പരിഹരിക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകി. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ പണിമുടക്കുമെന്നും ബസ്സുടമ സംഘടനകളുടെ ഏകോപന സമിതി മുന്നറിയിപ്പ് നൽകി. ചികിത്സയിലിരിക്കെ മരിച്ച കണ്ണൂർ സ്വദേശിയായ 13-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരുന്നുവെന്ന് സ്ഥിരീകരണം. കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യയുടെയും മകൾ ദക്ഷിണയാണ് ജൂൺ 12-ന് മരിച്ചത്. പരിശോധനാ ഫലം വന്നപ്പോഴാണ് കുട്ടിക്ക് അപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരുന്നത് കണ്ടെത്തിയത്. തലവേദനയും ഛർദിയും കാരണമാണ് ദക്ഷിണ ചികിത്സ തേടിയത്. ആദ്യം കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സിച്ചത്. ആരോഗ്യനില മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സ്കൂളിൽ നിന്ന് കുട്ടി മൂന്നാറിലേക്ക് വിനോദയാത്ര പോയിരുന്നു. ഇവിടെ നിന്ന് പൂളിൽ കുളിച്ചതാകാം രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സാധാരണഗതിയിൽ രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ 5 ദിവസം കൊണ്ട് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കേണ്ടതാണ്. എന്നാൽ ജനുവരി 28-ന് വിനോദയാത്ര പോയ കുട്ടിക്ക് മെയ് 8-നാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ മാസം മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി ഫദ്വ അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. കടലുണ്ടിപ്പുഴയുടെ മുന്നിയൂർ കളിയാട്ടമുക്ക് കാര്യാട് കടവ് ഭാഗത്തെ വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിൽ കുളിച്ച ബാലയ്ക്ക് ഇവിടെ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയം. ഒഴുക്കില്ലാത്ത ജലാശയത്തിലാണ് സാധാരണ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബ കാണപ്പെടുന്നത്. വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെയാണ് ഇത് മനുഷ്യന്റെ ശരീരത്തിലെത്തുക. തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതരമായ മസ്തിഷ്കാഘാതത്തിന് അമീബ ഇടയാക്കുന്നു. പനി, തലവേദന, ഛർദി, അപസ്മാരം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ ഇത് സാധ്യത കുറവാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.